നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. നഗരത്തിലെ ജൈവ മാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി. വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം. വാഗമൺ ബോണാമിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് ക്ലീനർ റാന്നി പെരുന്നാട് സ്വദേശി ജിബിൻ. മറിഞ്ഞത് ബോണാമി കാവക്കുളം എസ്റ്റേറ്റ് വഴി കടന്നുപോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വാഹനം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയത്തിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. സ്റ്റേഡിയം നവീകരിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 1 കോടി രൂപ വിനിയോഗിച്ച്. സ്റ്റേഡിയം ഒരുക്കുന്നത് സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പിന്റെ ധനസഹായവും എം മണി MLA ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിലെ വർഷങ്ങൾ പഴക്കമുള്ള കലിങ്ക് പൊളിച്ചു പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരം. ടൗണിലെ കലിങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. വിശദമായ വാർത്തകൾ. പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. നഗരത്തിലെ ജൈവ മാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി. വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2.0യുമായി ബന്ധപ്പെട്ട 2025 മാർച്ച് 25-നകം എല്ലാ സ്ഥാപനങ്ങളും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിയിലേക്ക് കൈമാറുകയോ ചെയ്യണം. നഗരസഭാ പരിധിയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉള്ളത്. അല്ലാത്ത സ്ഥാപനങ്ങളും അപ്പാർട്ട്മെന്റുകളും ഇനി മുതൽ സർക്കാർ ചട്ടങ്ങൾ പാലിക്കുന്ന നഗരസഭ നിർദ്ദേശിച്ചിരിക്കുന്ന സ്വകാര്യ ഏജൻസിക്ക് മാലിന്യങ്ങൾ യൂസർ ഫീ നൽകിക്കൊണ്ട് കൈമാറണം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി കട്ടപ്പന നഗരസഭയിൽ ആചരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ പ്രദേശം കട്ടപ്പന നഗരസഭ എത്ര വൃത്തിയായിട്ട് കിടക്കുമോ അത്രയും വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഓരോ ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം 750 രൂപയാണ് യൂസർ ഫീ ആയി നൽകേണ്ടത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് 5 കിലോ വരെ 50 രൂപയും 5 കിലോയ്ക്ക് മുകളിൽ ഓരോ കിലോഗ്രാമിനും 7 രൂപയും നൽകണം. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി പറഞ്ഞു. സ്വന്തമായി ശാസ്ത്രീയമായി സംസ്കരിക്കുവാൻ സംവിധാനമുള്ള ഒരു വ്യക്തിയോ സ്ഥാപനമോ ഈ പദ്ധതിയുമായി കൂടേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലാത്ത വ്യക്തികൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് അതായത് ഇപ്പം നമുക്കറിയാലോ, എന്റെ മാലിന്യം എന്റെ ബാധ്യതയാണ്. എന്റെ മാലിന്യം സംസ്കരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നഗരസഭാ പരിധിയിൽ ടൗണിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റ്, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. മുൻപ് അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കായിരുന്നു പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യം നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ ചട്ടമനുസരിച്ച് നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിൽ മാലിന്യം കൈമാറാൻ പാടുള്ളൂ എന്നും ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുകയാണെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക് പറഞ്ഞു. അതുപോലെ നമ്മുടെ പല സ്ഥാപനങ്ങളും ഇത്തരം മാലിന്യങ്ങൾ കൈമാറുന്നത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനമില്ലാത്ത, മറ്റ് അംഗീകാരങ്ങളൊന്നുമില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ചില ഫാമുകൾക്കൊക്കെയാണ് കൈമാറുന്നത്. അത് നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന നോംസിന് വിരുദ്ധമാണ്. അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ ജൈവമാലിന്യങ്ങൾ കൈമാറാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ഇതൊരു വെല്ലുവിളിയായി മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് അംഗീകാരമുള്ള ഏജൻസികളെ നമ്മൾ തേടുകയും നമ്മുടെ ഇടുക്കിയിൽ തന്നെയുള്ള അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം, അത് ഈ രംഗത്ത് BSF ലാർവ ഉപയോഗിച്ചുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയാണ്. നഗരസഭയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പോയി സ്ഥലം സന്ദർശിക്കുകയും അത് ഫലപ്രദമായിട്ട് നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജൈവ മാലിന്യങ്ങൾ ഈ ഏജൻസിക്ക് കൈമാറുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധമായി പദ്ധതിയിൽ അംഗമാകേണ്ടതാണ്. പദ്ധതിയിൽ അംഗമാകാൻ നഗരസഭാ ഓഫീസിൽ 100 രൂപ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും.
നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ, അനുമതി പത്രങ്ങൾ എന്നിവ ഇനി മുതൽ ലഭ്യമാക്കുന്നതിന് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ പദ്ധതിയിൽ അംഗങ്ങളാവുകയോ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2.0യുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ ജൈവമാലിന്യ ശേഖരണം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം 2.0യുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ശുചിത്വ പരിപാടികളോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തുടനീളം മാലിന്യ ശേഖരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന നഗരസഭയിലും ജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചത്. 2025 മാർച്ച് 25-നകം എല്ലാ വീടുകളും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകയോ ചെയ്യണം. നഗരത്തിനുള്ളിലെ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ എങ്ങനെ വൃത്തിയായി കിടക്കണമോ അങ്ങനെ വൃത്തിയാക്കി കിടക്കാനാണ് ഈ ഭരണസമിതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജനുവരി 1 മുതൽ 7 വരെ തീയതികളിൽ വലിച്ചെറിയൽ വിരുദ്ധ മുക്ത വാരമായി നമ്മൾ ആചരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കടകളിൽ നിന്നുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കുകയും അതുപോലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മളൊരു ഏജൻസിയെ ഏൽപ്പിച്ച് അത് അവരെ ഏൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സച്ചീന്ദ്രൻ പൂവാങ്കൽ, മറ്റ് കൗൺസിലർമാർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ സ്വകാര്യ ഏജൻസികൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതി കൊടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് PFA നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും സ്വകാര്യ ഏജൻസി പണം ഈടാക്കി മാലിന്യം ശേഖരിക്കുന്നത് വഴി പന്നിക്കർഷകരുടെ ഉപജീവനമാർഗം പ്രതിസന്ധിയിലാകുമെന്ന് കാണിച്ചാണ് നിവേദനം നൽകിയത്. മിച്ച ഭക്ഷണക്കുറവ് മൂലം പന്നിക്കൃഷി നടത്തുന്ന മിക്ക കർഷകരും പ്രതിസന്ധി നേരിടുകയാണ്. ഹോട്ടൽ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, പഴം, പച്ചക്കറി മാർക്കറ്റുകൾ തുടങ്ങിയവയിൽ ബാക്കി വരുന്ന മിച്ച ഭക്ഷണം ശേഖരിച്ചാണ് ഇവർ ഫാമിൽ പന്നികൾക്ക് തീറ്റ നൽകി വരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഫാമിലേക്ക് ആവശ്യമായ തീറ്റ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. പകർച്ചവ്യാധികൾ മൂലവും അശാസ്ത്രീയമായ ലൈസൻസിംഗ് മൂലവും കേരളത്തിലെ ജനസാന്ദ്രതയുമെല്ലാം ഈ തൊഴിലിനെ ബാധിക്കുന്നു. അതിനിടെ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന തീറ്റ കൂടി നഷ്ടപ്പെട്ടാൽ കൂടുതൽ പ്രതിസന്ധിയിലാകും ഇവർ. കട്ടപ്പന നഗരസഭ നിലവിൽ സ്വകാര്യ ഏജൻസിക്കാണ് മാലിന്യ സംസ്കരണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് മിച്ച ഭക്ഷണമെടുത്ത് പന്നിക്കൃഷി നടത്തി ജീവിക്കുന്ന കൃഷിക്കാരുടെ ഉപജീവന മാർഗം അടയ്ക്കുകയാണ് നഗരസഭയുടെ ഈ തീരുമാനമെന്ന് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. കട്ടപ്പന നഗരസഭയിൽ നിന്നും ഫുഡ് വേസ്റ്റ് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നത്, മിച്ചഭക്ഷണം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങൾ പന്നിക്കൃഷിക്കാരായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു ഏജൻസി വന്നിരിക്കുകയാണ്. നമ്മുടെ കട്ടപ്പന നഗരസഭ ഈ ഏജൻസിക്ക് മുഴുവൻ ഖരമാലിന്യവും ജൈവമാലിന്യവും അവർക്ക് കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ പന്നിക്ക് കൊടുക്കാൻ തീറ്റയില്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്കും ശുചിത്വ മിഷനിലും പിന്നെ കട്ടപ്പന ചെയർപേഴ്സണും നഗരസഭാ ചെയർപേഴ്സണും ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചപ്പോൾ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് വെക്കാമെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്ന മിച്ചഭക്ഷണം തട്ടാനുള്ള സ്വകാര്യ ഏജൻസികളുടെ നീക്കത്തിനെതിരെ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിൻ പ്രകാരം പന്നിക്കൃഷിക്കാർക്ക് ലഭ്യമാകേണ്ട തീറ്റ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ലഭിച്ചിരുന്നു. എന്നാൽ അതിന് വിപരീതമായ നടപടിയാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇവരുടെ ആരോപണം. വാഗമൺ ബോണാമിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. ക്ലീനർ റാന്നി പെരുന്നാട് സ്വദേശി ജിബിനാണ് മരിച്ചത്. ബോണാമി കാവക്കുളം എസ്റ്റേറ്റ് വഴി കടന്നുപോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വാഹനമാണ് മറിഞ്ഞത്. ബോണാമിയിൽ കാവക്കുളം എസ്റ്റേറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്യാനെത്തിയ ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. റോഡിന്റെ സൈഡിടിഞ്ഞ് ലോറി മറിയുകയായിരുന്നു. ലോറിക്കുള്ളിൽ ക്ലീനർ കുടുങ്ങിയതാണ് മരണകാരണം. ഡ്രൈവർ സുരേഷ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ക്യാബിനിൽ കുടുങ്ങിയ ക്ലീനറെ പീരുമേട്ടിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. റാന്നിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനത്തിന് എത്തിച്ച 5 വാഹനങ്ങളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയത്തിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്. സംസ്ഥാന കായിക യുവജന വകുപ്പിന്റെ ധനസഹായവും എം. മണി MLA യുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം ഒരുക്കുന്നത്.
ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിനകത്തും പുറത്തുമുള്ള കായിക താരങ്ങളും ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും കായിക പരിശീലനം നടത്തുന്ന മൈതാനമാണിത്. നിലവിൽ മൈതാനം നിരപ്പാക്കുന്ന ജോലികളാണ് നടക്കുന്നത്. തുടർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. 3 വർഷങ്ങൾക്കുള്ളിൽ ഫെൻസിംഗ്, ഫ്ലഡ് ലൈറ്റ് സിസ്റ്റം എന്നിവ നിർമ്മിക്കും. പണികൾ പൂർത്തിയാകുന്നതോടെ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ് തുടങ്ങിയവ ഇവിടെ നടത്താനാകും. കൂടാതെ പകലും രാത്രിയും മത്സരങ്ങൾ സംഘടിപ്പിക്കാനും സാധിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ ഒരു പഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കനായ ഉടുമ്പൻചോലയുടെ പ്രിയപ്പെട്ട മണിയാശാൻ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ഒരു പഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നിരവധിയായ കായിക പ്രേമികൾക്ക് ഇത് ഏറ്റവും ഒരു അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത്. 7 മീറ്ററോളം ഹൈറ്റിൽ ഫെൻസിങ്ങും അതുപോലെ തന്നെ ഫുൾ ലൈറ്റിംഗ് രീതിയിലാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളിയിൽ, വൈസ് പ്രസിഡന്റ് രജനി സജി, ജിൻസൺ വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ, ശാന്തിഗ്രാം സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS ഡൊമിനിക് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിലെ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്ക് പൊളിച്ചു പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരമായി. ടൗണിലെ കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചപ്പാത്ത് ടൗണിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച കലിങ്കിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. കാലപ്പഴക്കത്താലും 2018 പ്രളയത്താലും തകർന്ന പാലം പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാക്കാത്തതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നിട്ടുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനോളം പഴക്കമുള്ള കലുങ്ക് പണ്ട് തടി വ്യാപാരിയായിരുന്ന തമിഴ്നാട് കമ്പം സ്വദേശി ആങ്കൂർ റാവുത്തർ നിർമ്മിച്ചതാണ്. എന്നാൽ മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ കലുങ്ക് പൊളിക്കുന്നത് ഒഴിവാക്കിയുള്ള നിർമ്മാണത്തിനാണ് തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ കലുങ്ക് പൊളിച്ചു നീക്കിയ ശേഷം മാത്രമേ റോഡ് നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്ന ആവശ്യവുമായി നാട്ടുകാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചപ്പാത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടുകയും പുതിയ കലുങ്ക് നിർമ്മാണത്തിന്റെ റെസല്യൂഷൻ പാസാക്കി കരാറുകാർക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് കരാറുകാർ കലുങ്ക് പൊളിച്ചു പണിയുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചപ്പാത്തിലൊരു കലുങ്ക് പൊളിക്കണം. കലുങ്ക് അതായത് മുല്ലപ്പെരിയാർ ഡാമിനോളം പഴക്കമുള്ള ഒരു കലുങ്ക് ചപ്പാത്തിലുണ്ട്. ആ ചപ്പാത്തിലെ കലുങ്ക് പൊളിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. പക്ഷേ കലുങ്ക് പൊളിക്കാൻ മലയോര ഹൈവേ അധികൃതർ ആദ്യം തയ്യാറായില്ല. ചപ്പാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ടാക്സി ഡ്രൈവർമാരടക്കമുള്ളവരെ നാട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒരു വികസന സമിതി ഉണ്ടായി. ആ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം തുടങ്ങുമെന്നും കലുങ്ക് പൊളിച്ചേ പറ്റുന്ന നിലപാടെടുത്തപ്പോൾ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ചേർന്ന് റെസല്യൂഷൻ പാസ്സാക്കി അത് അയച്ച് കലുങ്ക് പൊളിക്കണം നടപടിയായിരുന്നു. 4 മീറ്റർ വീതിയിലും റോഡിന് കുറുകെ 20 മീറ്റർ നീളത്തിലും പാലത്തിന് സമാന്തരമായ രീതിയിലാണ് കലുങ്ക് നിർമ്മിക്കുന്നത്. വ്യാഴാഴ്ച മുതലാണ് കലുങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ റോഡിന്റെ വീതി 14 മീറ്റർ ഉണ്ടാകണമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം അവസാനിച്ചിട്ടില്ല. ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സ്റ്റാറ്റസ് അനുവദിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് പരിവർത്തിത ക്രൈസ്തവ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസ് കട്ടപ്പനയിൽ നടക്കും. ജനുവരി 7 തീയതി ചൊവ്വാഴ്ച കട്ടപ്പന RMS സ്പൈസസിൽ നടക്കുന്ന കോൺഫറൻസ് ആംഗ്ലിക്കൽ ചർച്ച് ആർച്ച് ബിഷപ്പ് റവറൽ ഡോക്ടർ ലെവി ജോസഫ് ഐക്കര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 74 വർഷക്കാലമായി ഇന്ത്യയിൽ പരിവർത്തിത ക്രൈസ്തവർക്ക് സാമൂഹ്യനീതി റദ്ദു ചെയ്തിരിക്കുകയാണ്. സാമൂഹ്യവും രാഷ്ട്രീയവുമായ മേഖലയിൽ യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ല. മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ പിന്നിലാണ്. 1950 ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴിയാണ് ദളിത് ക്രൈസ്തവരുടെ പട്ടികജാതി പദവി റദ്ദു ചെയ്തിരിക്കുന്നത്. പരിവർത്തിത ക്രൈസ്തവർക്ക് സാമൂഹ്യനീതി നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യനീതിയുടെ ലംഘനവുമാണെന്ന് 1950കളിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വലിയ വിഭാഗം ജനവിഭാഗമുണ്ട്. അതിൽ തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വലിയ ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കകത്ത് ഭരണഘടന നൽകി വരുന്ന സാമൂഹ്യനീതി ഏകദേശം നമ്മൾ ജനാധിപത്യ രാജ്യമായി മാറിയതിന് ശേഷം, ഇത്രയും വർഷമായതിനു ശേഷവും ദളിത് ക്രൈസ്തവ ഉപാധിപ്പെടുന്ന ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ 20 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അതിഭീകരമായ അവസ്ഥ കേരളത്തിനകത്ത് നേരിടുക, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിനകത്തും.
അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും സാമൂഹ്യനീതി കോൺഫറൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ദലിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സ്റ്റാറ്റസ് സാധ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ സമരപരിപാടിക്ക് കേരളത്തിനകത്ത് രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലാണ് ആദ്യം പരിപാടി ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം അല്ലെ സമരപ്രഖ്യാപന സമ്മേളനം എന്ന നിലയിൽ സാമൂഹ്യനീതി കോൺഫറൻസ് ജനുവരി മാസം 7-ാം തീയതി ഈ വരുന്ന ചൊവ്വാഴ്ച കട്ടപ്പന RMS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പരിവർത്തിത ക്രൈസ്തവരുടെ ഐക്യവും ആത്മബോധവും തട്ടിയുണർത്തുന്നതിനും പൊതുസമൂഹത്തെ ക്രിയാത്മകമായി ബോധ്യപ്പെടുത്തുന്നതിനുമാണ് പരിവർത്തിത ക്രൈസ്തവ അവകാശ സംരക്ഷണ സമിതി സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സൈമൺ ജോൺ വിഷയം അവതരിപ്പിക്കും. റവറന്റ് ഡോക്ടർ സാക് ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് രക്ഷാധികാരി റിജി കൂവക്കാട്, സാജു വള്ളക്കടവ്, സിബി മാഞ്ഞൂർ, ഷാജി കഞ്ഞിക്കുഴി, ഷിബി പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി റിജി കൂവക്കാട്, ജനറൽ കൺവീനർ സാജു വള്ളക്കടവ്, ഷാജി കഞ്ഞിക്കുഴി, PK അപ്പുക്കുട്ടൻ, KP രാജു, മനോജ് വടക്കേമുറി തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി നിർമ്മിക്കുന്ന പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നാണ് പകൽ വീട് നിർമ്മിക്കുന്നത്. 28 ലക്ഷം രൂപ പകൽ വീടിന്റെ നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 28 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പകൽ വീടിന്റെ നിർമ്മാണം. പഞ്ചായത്തിന് സമീപത്തായിട്ടാണ് പകൽ വീട് നിർമ്മിക്കുന്നത്. ഈ നാട്ടിലെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്നിരുന്ന് ഉല്ലസിക്കുവാനും അവർക്ക് അറിവ് നേടുവാനും ലൈബ്രറി ഉൾപ്പെടുന്നുള്ള സൗകര്യങ്ങളാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. പകൽ സമയങ്ങളിൽ അവർക്ക് അവിടെ വന്നിരുന്ന് വൈകിട്ട് വരെ വന്നിരിക്കാനുള്ള സാഹചര്യം ഒരുക്കും. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നാണ് പകൽ വീട് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. പകൽ സമയങ്ങളിൽ വയോജനങ്ങൾക്ക് കേന്ദ്രത്തിൽ എത്തുന്നതിനും സമയം ചിലവഴിക്കുന്നതിനും മാനസികോല്ലാസം കണ്ടെത്തുന്നതിനും അവസരമൊരുക്കുകയെന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വായനാ മുറികളടക്കം വയോജനങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങൾ പകൽ വീടിന്റെ ഭാഗമായി ഒരുക്കാൻ ലക്ഷ്യമിടുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കേരള ബാങ്ക് ഈ വർഷം പുറത്തിറക്കിയ കലണ്ടറിൽ എഴുകുമ്പയിൽ സ്വദേശി പകർത്തിയ ഫോട്ടോയും എഴുകുമ്പയിലിൽ പ്രവർത്തിക്കുന്ന പാപ്പൻസ് മീഡിയ സ്റ്റുഡിയോ ഉടമയായ ജോൺസൺ മുതുപ്ലാക്കൽ പകർത്തിയ ചിത്രമാണ് കലണ്ടറിൽ ഇടം പിടിച്ചത്. കേരള ബാങ്ക് ഈ വർഷം പുറത്തിറക്കിയ കലണ്ടറിൽ വിവിധ മേഖലകളിൽ ഉപജീവനം കണ്ടെത്തുന്ന വനിതകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലാണ് എഴുകുംവയൽ സ്വദേശി പകർത്തിയ ഫോട്ടോയും ഇടം പിടിച്ചത്. എഴുകുംവയലിൽ പ്രവർത്തിക്കുന്ന പാപ്പൻസ് മീഡിയ സ്റ്റുഡിയോ ഉടമയായ ജോൺസൺ മുതുപ്ലാക്കൽ പകർത്തിയ ചിത്രമാണ് കേരള ബാങ്കിന്റെ 14 ജില്ലകളിലേക്കും വിതരണം നടത്തിയ കലണ്ടറിന്റെ മുഖചിത്രത്തിൽ ഉൾപ്പെട്ടത്. ഹായ്, ഞാൻ സന്തോഷ് പാപ്പൻസ്. കേരള ബാങ്കിൻ്റെ 2025 വർഷത്തെ കലണ്ടറിൽ ഞാൻ അടുത്തൊരു പടം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എൻ്റെ ബന്ധു കൂടിയായ സിനി ചേച്ചിയുടെ ഫോട്ടോയാണ് ഓഗസ്റ്റ് മാസത്തെ കലണ്ടറിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിനായി ഈ പണം തിരഞ്ഞെടുത്തതിനും ഇതിനൊരു അവസരം ഒരുക്കി തന്ന കേരള ബാങ്കിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇരട്ടയാർ എഴുകുംവയൽ സ്വദേശി എട്ടാനിയിൽ ബെന്നിയുടെ ഭാര്യ സിനിയുടെയും സംരംഭത്തിന്റെയും ചിത്രമാണ് ഈ വർഷത്തെ കേരള ബാങ്ക് കലണ്ടറിൽ ഇടം പിടിച്ചത്. കേരള ബാങ്കിൻ്റെ 2025 വർഷത്തിലെ കലണ്ടറിൻ്റെ തീം വനിതാ സംരംഭകരായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ ഉള്ള വനിതാ സംരംഭകരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് ഇത്തവണ കലണ്ടർ ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇടുക്കി ജില്ലയിൽ നിന്നൊരു ക്ഷീര കർഷകയെ ഉൾപ്പെടുത്തണമെന്ന് ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമറയ്ക്കൽ അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്ന അതിൻ്റെ ഫോട്ടോസ് അയച്ച് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നൽകിയിരുന്നു. അങ്ങനെയാണ് ഇരട്ടയാർ സ്വദേശിയായിട്ടുള്ള എട്ടാനിയിൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ ശ്രീ സിനി ചേച്ചി അതിനകത്ത് ഫോട്ടോ വന്നിട്ടുള്ള ആഗസ്റ്റ് മാസത്തെ കലണ്ടറിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനി ചേച്ചി തിരഞ്ഞെടുത്ത് കേരള ബാങ്ക് പോലെ മലയാളത്തിൻ്റെ ഒരു സ്വന്തം ബാങ്ക് മലയാളികളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഇപ്പോൾ പുതിയ പദ്ധതികൾ ഒട്ടേറെ ആസൂത്രണം ചെയ്തിട്ടുള്ള കേരള ബാങ്കിൻ്റെ കലണ്ടറിൽ സിനി ചേച്ചിയുടെ പടം വന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. കട്ടപ്പന നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്ന് അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങളായ ഗ്ലൗസ്, ഗംബൂട്ട്, തൊപ്പി, യൂണിഫോം, റെയിൻകോട്ട് എന്നിവയാണ് വിതരണം ചെയ്തത്. നിങ്ങൾ എങ്ങനെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നിങ്ങൾക്ക് രോഗം വരാതെയും നിങ്ങളെ
ഹരിതകർമ്മസേന അംഗങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാം എന്നൊരു ഒറ്റ ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാ സാധനവും കോട്ട്, സൂട്ട്, അതുപോലെ യൂണിഫോം, തൊപ്പി ഉൾപ്പെടെ, ഗ്ലൗസ് ഉൾപ്പെടെ എല്ലാ സാധനവും തരുന്നുണ്ട്. നിങ്ങൾ കട്ടപ്പന നഗരസഭയിലെ സ്റ്റാഫ് എന്ന നിലയ്ക്കാണ് നിങ്ങൾക്ക് കട്ടപ്പന നഗരസഭയുടെ പേരടിച്ച് നിങ്ങൾക്ക് യൂണിഫോം തരുന്നത്. അപ്പം അതിട്ട് കഴിയുന്നതേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. ഇത് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരിയാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അല്ലാതെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലവിധ ചൂഷണങ്ങളും നടക്കുന്നത് കൊണ്ട് സഹോദരിമാരെ, ഒരു കാരണവശാലും നിങ്ങൾ യൂണിഫോം ഇല്ലാതെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ചടങ്ങിൽ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർമാർ, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സെറിയക്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS ചെയർപേഴ്സൺമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് നടന്നത്. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വിവിധ വാർഡുകളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അംഗീകാരം നേടിയെടുക്കുകയാണ് ചെയ്യുക. ഇതിനു മുന്നോടിയായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് നടന്നത്. മുന്നോട്ട് ഓരോ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി അതിൽ നിന്നുള്ള ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആശയങ്ങളും അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ആശയങ്ങളെല്ലാം വർക്കിംഗ് ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ നിന്നെടുക്കുന്ന കാര്യങ്ങൾ 2025-26 വാർഷിക പദ്ധതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടുന്നത്. ഇതിനുശേഷം 11-ാം തീയതി മുതൽ നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ ആരംഭിക്കുകയാണ്. വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടന്നു. വാർഷിക പദ്ധതിയിൽ 22.5 ലക്ഷം രൂപയാണ് കട്ടിൽ വിതരണത്തിനായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പാക്കി വരുന്നത്. നഗരസഭയിലെ 34 വാർഡുകളിൽ നിന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപേക്ഷകർക്കാണ് സൗജന്യമായി കട്ടിൽ വിതരണം ചെയ്തത്. ആഞ്ഞിലിത്തടിയിൽ നിർമ്മിച്ച ഒരു കട്ടിലിന് 4050 രൂപയാണ് വില വരുന്നത്. കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് കൊടുക്കുന്നത്. അത് 60 വയസ്സിന് മേളിലോട്ടുള്ള വാർഡില് അപേക്ഷ വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമാണ് കൊടുക്കുന്നത്. വാർഷിക പദ്ധതിയിൽ കട്ടിൽ വിതരണത്തിനായി 22,50,000 രൂപയാണ് നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. SC ജനറൽ വിഭാഗങ്ങൾക്കാണ് കട്ടിൽ വിതരണം ചെയ്യുന്നത്. യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ലീലാമ്മ ബേബി, പ്രശാന്ത് രാജു, മിനു കേശവൻ, ഷമീജ് K ജോർജ്, ബിന്ദുലത രാജു, സെക്രട്ടറി അജി K തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് സേനാപതിയുടെ ന്യൂ ഇയർ ആഘോഷവും GAT ഏരിയ ലീഡർ സന്ദർശനവും പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. മാങ്ങാത്തൊട്ടിയിൽ നടന്ന ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് PV ബോസ് നേതൃത്വം നൽകി. സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിൽ ഒന്നാണ് ലയൺസ് ക്ലബ്ബ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കൊപ്പം അംഗങ്ങളെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തുക, അതിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സേനാപതി ലയൺസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്ലബിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ആഘോഷവും GAT ഏരിയ ലീഡർ സന്ദർശനവും പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. GAT ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ ന്യൂ ഇയർ സന്ദേശം നൽകി. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ക്ലബ് പ്രസിഡന്റ് PV ബോസ്, ഷൈനു, സുകേഷ്, ബേസിൽ തോലാനിക്കുന്നേൽ, പോൾ പരുത്തിപ്പള്ളി, ബേബി പുൽപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുവർഷത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കത്തുകൾ അയച്ചു. ഇത്തിരി കത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കുട്ടികൾ കത്തുകൾ അയച്ചത്. കുട്ടികൾ അയച്ച കത്തിൽ മുതിർന്നവർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ലഹരിക്കെതിരായുള്ള സന്ദേശങ്ങൾ കുറിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച എല്ലാ കുട്ടികൾക്കും പോസ്റ്റ് കാർഡുകൾ നൽകിയിരുന്നു. പോസ്റ്റ് കാർഡ് ആദ്യമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്ത പല കുട്ടികളും 50 പൈസ നിരക്കിൽ ഇന്ത്യയിലെമ്പാടും എത്തുന്ന ഈ സന്ദേശമാർഗത്തെ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. കുറഞ്ഞുവരുന്ന കത്തെഴുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തപാൽ പെട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. കാർഡ് അയക്കൽ പ്രചരണ പരിപാടി PTA പ്രസിഡന്റ് ജോളി ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് സന്ദേശം നൽകി. പോസ്റ്റ് മിസ്ട്രസ് സീമോൾ മാണി, ലഹരി വിരുദ്ധ ക്ലബ്, NSS, NCC, സ്കൗട്ട്, KCSL എന്നീ സംഘടനകൾ പദ്ധതിയുടെ ഭാഗമായി സെനീഷ് തോമസ്, സിജോ ജോൺ, സിസ്റ്റർ ഫിലോ, റീന ചൊറിയാൻ, റൻസി ജോസഫ്, ബെറ്റ്സി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കിയുടെ ഒരു പറ്റം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തമിഴ് ഹാസ്യ നടന്മാരെ അണിനിരത്തി കുമളി സ്വദേശിനി ലക്ഷ്മണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രീകരിച്ച സ്വാമി ശരണം പാടുവോം എന്ന ഭക്തി സംഗീത ആൽബത്തിന്റെ പ്രകാശനം കുമളി ഹോളിഡേ ഹോമിൽ നടന്നു. പീരുമേട് MLA വാടൂർ സോമൻ ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ശബരിമല മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് ധർമ്മശാസ്താവിനെ പാടി സ്തുതിക്കുന്നതിനായി ഇടുക്കിയുടെ ഒരുപറ്റം കലാകാരന്മാർ ചേർന്നാണ് സ്വാമി ശരണം പാടുവോം എന്ന ഭക്തി സംഗീത വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. കുമളി സ്വദേശി ഡോക്ടർ SV ഋഷിയുടെ സംവിധാനത്തിൽ റിജി കുമളിയുടെ മനോഹര ശബ്ദവീചികളിലൂടെയുള്ള ഓർക്കസ്ട്രേഷനും ക്യാമറയും ചേർന്നപ്പോൾ ആൽബം കൂടുതൽ ഭംഗിയായി. തമിഴ് സിനിമാ രംഗത്തെ 10ഓളം ഹാസ്യ കലാകാരന്മാരെ അണിനിരത്തി ബേബി ലക്ഷ്മണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമായാണ് സ്വാമി ശരണം പാടുവോം എന്ന വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്ലവേഴ്സ് TV വിന്നറും വണ്ടിപ്പെരിയാർ മളാമല സ്വദേശിനിയുമായ മേഘ്ന സുമേഷാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജിക്കോ വളപ്പിൽ അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സിനിമ സീരിയൽ അഭിനേതാവ് അനിൽ K ശിവറാം ഭദ്രദീപം കൊളുത്തി ആൽബം ഭക്തർക്കായി സമർപ്പിച്ചു. ചെറുപ്പക്കാരെടുത്തിരിക്കുന്ന അക്ഷീണ പ്രയത്നത്തെ അഭിനന്ദിച്ചേ മതിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ അല്ലെങ്കിൽ ഗ്രേറ്റ്. എല്ലാ മേഖലയിലും പ്രത്യേകിച്ചും ഒരു വർക്കിന്റെ ഏറ്റവും ആദ്യം വേണ്ടത് അതിന്റെ തൂലികയാണ്, പേനയാണ്, എഴുത്താണ്. എത്ര മനോഹരമായ ലിറിക്സാണ്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ TC ഗോപാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 179, വിൽപ്പനയ്ക്ക് വന്നത് 43,402, വിൽപ്പന നടന്നത് 42,312, കൂടിയ വില 3,402, ശരാശരി വില 3,104. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2600. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പൂ 925, കൊക്കോ 150, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,260 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. നഗരത്തിലെ ജൈവ മാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി. വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം. വാഗമൺ ബോണാമിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് ക്ലീനർ റാന്നി പെരുന്നാട് സ്വദേശി ജിബിൻ. മറിഞ്ഞത് ബോണാമി കാവക്കുളം എസ്റ്റേറ്റ് വഴി കടന്നുപോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വാഹനം.
ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയത്തിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. സ്റ്റേഡിയം നവീകരിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 1 കോടി രൂപ വിനിയോഗിച്ച്. സ്റ്റേഡിയം ഒരുക്കുന്നത് സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പിന്റെ ധനസഹായവും എം മണി MLA ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിലെ വർഷങ്ങൾ പഴക്കമുള്ള കലിങ്ക് പൊളിച്ചു പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പരിഹാരം. ടൗണിലെ കലിങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.